ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നെട്ടോട്ടമോടുകയുണ്ടായി. നിങ്ങൾക്കറിയാം, UDF എന്ന് പറയുന്ന ഒരു മുന്നണി ഒരു ഭാഗത്തും, മറുഭാഗത്ത് UDF മുന്നണിയിലെ ഒരാൾക്ക് തൊള്ള കൂടുതലാണ് എന്നുള്ള ഒരു വോയിസും, തൊള്ള കൂടുതലാണ്, ആ തൊള്ള കുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു മുന്നണിയും മത്സര രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങളെ സാക്ഷിയാക്കി ഇതാ പറയുന്നു, ഇവിടെ UDF വമ്പൻ വിജയം കരസ്ഥമാക്കി. ഇർഷാദിന്റെ തൊള്ള പൂട്ടാൻ ഇനി ഇവിടെ ഒരാളായി പിറന്നവരുണ്ടോ? ഇത് ഇർഷാദിന്റെ മാത്രം തൊള്ള പ്രശ്നമല്ല. ഇവിടെയുള്ള ആളുകൾ പരസ്പരം നുണ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി ഓരോ നുണപ്രചരണങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അതിനെതിരെ ശക്തമായി നിലപാടെടുക്കുന്നവന് തൊള്ള കൂടുതലാണ്, അല്ലെങ്കിൽ അവന് കുറച്ച് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വല്ല പള്ളിപ്പാറയിൽ അങ്കണവാടിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മാതിരി ഒരു കൂട്ടം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പോൾ നമ്മൾ UDF എന്ന് പറയുന്ന മുന്നണി ഒറ്റക്കെട്ടായി നിലകൊണ്ട് ഇവരെയൊക്കെ കെട്ടിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളുടെ പ്രവർത്തനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മളുടെ രാഷ്ട്രീയ പ്രവർത്തനം ചെറുപ്പകാലം തൊട്ട് ഇവിടെയുള്ള ആളുകൾക്ക്, ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് എന്നും താങ്ങായും തണലായും നിലകൊണ്ട ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഐക്യ ജനാധിപത്യ മുന്നണി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അല്ലാതെ നമ്മളൊരു മുന്നണിയുടെ ഭാഗമല്ലാതെ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഓന്റെ തൊള്ള കൂടുതലാണ്, ഓനത്തിരി കൂടുതലാണ് എന്നും പറഞ്ഞ് ഒരു ഇലക്ഷനെ നേരിടാൻ മാത്രം ഞാൻ ഉളുപ്പില്ലായ്മ എന്നൊന്നും പറയുന്നില്ല. കാരണം എന്താ അറിയോ? അത് പറഞ്ഞാൽ കൂടുതലായി പോകും. കാരണം ഒരു ഇലക്ഷനെ നേരിടുമ്പോൾ അതിന്റെ ജനാധിപത്യ ഒരു മര്യാദയുണ്ട്. ആ മര്യാദകളും സീമകളും ലംഘിച്ചുകൊണ്ടാണ് ഒരു വ്യക്തിഹത്യ മാത്രം നടത്തിക്കൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. നിങ്ങൾക്കറിയാം, ഇവിടെ നിന്ന് ഒരു വാട്സാപ്പിൽ ഒരു പ്രചരണം വന്നത്, മേക്കപ്പെട്ട സ്ത്രീകൾക്ക് വോട്ട് കൊടുക്കരുത്, അവര് ഈ സമൂഹത്തിന് ഒരു ഗുണവും ഉണ്ടാക്കില്ല എന്ന്. എന്നാൽ അവരോടൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവരോടൊക്കെ മുഖത്ത് നോക്കി വമ്പം ഭൂരിപക്ഷത്തിൽ UDF ഈ മുന്നണിയെ തകർക്കാൻ ഇനി ഒന്നല്ല ഒരൊന്നൊന്നരല്ല ആണായി പിറന്നവർ ഇനി ഇല്ലടോ. ഈ പള്ളിപ്പാറയിൽ മാത്രമല്ല, ഈ ഐക്യ ജനാധിപത്യ മുന്നണിയെ ഈ